1 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോഥെയോസിനെ അയച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ വചനമാണ്. അതിന്റെ 2-ാമത്തെ വാക്യം നാം വായിച്ചപ്പോൾ ഇവിടെ ദൈവസന്നിധിയിൽ നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ദൈവവചനം നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതായ ഈ 1-ാം ലേഖനത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ, അതുപോലെ തന്നെ 2-3 ഇതിന്റെ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ ഇവിടെ തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതായ ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത്. അതിന്റെ 1-ാമത്തെ ഭാഗം ഒരു സഭ എങ്ങനെയാണ് പുതിയതായി വരുന്നത്, അവിടെയുള്ളതായ പുതിയ വിശ്വാസികൾ അവർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പൗലോസ് വ്യക്തമായി പറയുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ഒരു സഭ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെയുള്ള വിശ്വാസികളെ, പുതുതായി കടന്നു വന്നതായ വിശ്വാസികൾ എപ്രകാരമാണ് പൗലോസ് അവരെ കെയർ ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം നമുക്കറിയാം. അവിടെ 2-ാം അധ്യായം അവിടെ 7-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെയാണ് പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ സംരക്ഷിക്കുന്നത്. അല്ലെ, അത്രയ്ക്ക് മാതൃകയുള്ളവരായിരുന്നു. ഇതെല്ലാം പൗലോസ് പറയേണ്ടതായ കാര്യം. ഇത് എഴുതി അറിയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതായ ആ ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ഈ അധ്യായങ്ങൾ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളൊരു കുഞ്ഞുമായി ജനിച്ചതായ അവസ്ഥ മുതൽ നമ്മൾ വലിയ ഒരു വ്യക്തിയാകുന്നത് വരെയുള്ള കാലഘട്ടത്തെ സൂചിപ്പിച്ചാണ് ഒരു ക്രിസ്തീയ അടിസ്ഥാനത്തെ നമുക്ക് കുറിക്കാൻ തക്കണം പൗലോസ് എടുത്തു കാണിക്കുന്നത്. ഇതിന്റെ ഓരോ വരികളും അപ്രകാരമാണ്. ആദ്യം അവൻ സഭ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ വിശ്വാസി എങ്ങനെയാണ് കടന്നു വരുന്നത്, അവൻ ദൈവത്തെ സ്വീകരിച്ച് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെ, എന്നാൽ അവരുടെ പിന്നോട്ടുള്ള അവസ്ഥകളെ കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താണ് ഭക്ഷിക്കുന്നത്, അവൻ പാല് കുടിച്ചാണ് വളരുന്നത്. അല്ലെ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ദൈവവചനങ്ങൾ ആഴമായ വചനങ്ങളല്ല, ദൈവത്തെ കുറിച്ചുള്ള ചെറിയ പരിജ്ഞാനങ്ങൾ നാം മനസ്സിലാക്കി പഠിച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടവരാണ് എന്ന് നമുക്ക് തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണുന്നു. ഇത് വായിച്ചു കേട്ടതായ വാക്യപ്രതി വായിക്കുന്നത് നാം എന്താണ് വായിച്ചത്? കാലത്തിന്റെ ഗതിയനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ആരായിരിക്കുന്നവരാണ്? നിങ്ങൾ പ്രവാചകന്മാരും മറ്റു ഉപദേഷ്ടാക്കന്മാരും ആയിരിക്കേണ്ടതായ സാഹചര്യമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങൾ പാൽ തന്നെ കുടിച്ചു വളരേണ്ടതായ ഒരു സമയമാണ്. അല്ലെ, നിങ്ങൾ പരിജ്ഞാനിക്കുന്നില്ല, നിങ്ങൾ ദൈവത്തിൽ കൂടുതലായി പഠിച്ച് നിങ്ങളുടെ ജീവിതത്തെ അതുമായി താരതമ്യം ചെയ്യില്ല എന്ന് പൗലോസ് അത് വ്യക്തമായി തന്നെ എഴുതുകയാണ്. നമുക്ക് ഇവിടെ ഈ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പ്രത്യേകിച്ചിട്ട് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ സ്ഥിരപ്പെടുക എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന്റെ അവസ്ഥ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ്, അവൻ ഒന്നാമതായി അവൻ നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെ, അവൻ ആദ്യത്തിൽ അവൻ നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അവന്റെ ജീവിതത്തിൽ അവൻ മുൻപോട്ട് തന്നെ നടക്കുവാനും പിന്നീടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഇവിടെ നാം വായിച്ചു കേട്ടതായ തിരുവചനത്തിൽ എന്താണ് പറയുന്നത്? 1-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുടുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും. അല്ലെ, ഇവിടെ വലിയൊരു ഘട്ടത്തിൽ ആയിരിക്കുമ്പോഴും നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നശിച്ചു പോകാൻ പാടില്ല. അല്ലെ, നാം കഷ്ടങ്ങളിലൂടെയാണ് നാം കടന്നു പോകേണ്ടത്. ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്
ദൈവത്തിന്റെ വചനം പറയുന്നു. ഇവിടെ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിൽ തന്നെ തുടരുമ്പോൾ അവൻ എങ്ങനെയാണ് അവൻ ആദ്യത്തെ സ്റ്റേജിൽ നിന്നും മാറി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആ രണ്ടാമത്തെ സ്റ്റേജിൽ അവൻ വരുമ്പോഴേക്കും അവൻ ആദ്യം ഒരു നിലനിൽപ്പ് ആവശ്യമാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലനിൽപ്പ് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്, അല്ലെ? നമുക്ക് നിലനിൽപ്പില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തതായ വ്യക്തികളുണ്ട്, അല്ലെ? അവരെവിടെയാണ് ഇരിക്കുന്നത്? ഇന്നും ശിശുവായിട്ട് അമ്മയുടെ ഒക്കത്ത് തന്നെ ഇരിക്കുന്നതായ ഇതാണ്, അല്ലെ? അവരെന്ത് ചെയ്യുന്നില്ല? അവർ തറയിറങ്ങി സ്വന്തം കാലിൽ നിൽക്കുന്നില്ല. ഇതുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് സുവിശേഷം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് പോകുന്നത്? അനുഗ്രഹിക്കുന്ന സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തെറ്റായി പറഞ്ഞു പരത്തി, അല്ലെ, മനുഷ്യനെ കബളിപ്പിക്കുന്നതായ ഒരു സുവിശേഷം ഇന്ന് മനുഷ്യരിടയിൽ വരഞ്ഞു വന്നിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത് അനേക കഷ്ടങ്ങളിലൂടെയാണ് ആര് കടന്നുപോയത്? ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് ഞങ്ങൾ അധോനിയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുരുങ്ങി പോകാതിരിക്കണം. ഇവിടെ പൗലോസ് ഇത് എഴുതുമ്പോൾ ഇത് ആദ്യം വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. നമുക്ക് പൗലോസ് എന്തെങ്കിലും കഷ്ടത്തിൽ എഴുതുന്നുവെന്ന് നമ്മൾ വിചാരിക്കും, അല്ലെ? എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ഏത് കാരണത്തിലാണ് ഇത് എഴുതിയതെന്ന് നമുക്ക് അറിയാൻ നടക്കാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പൗലോസ് ബെരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ധരിപ്പിച്ചു, അല്ലെ? ഇവിടെ പൗലോസിന് തെസ്സലോനിക്കയിൽ വളരെയധികമായ ഒരു പീഡനമുണ്ടായി. അവിടെയുള്ളതായ യഹൂദന്മാര് പൗലോസിനോട് വന്ന് എന്ത് ചെയ്തു? അവിടെ അവനോട് ശണ്ടയിടുകയും അവിടെ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ട് അവിടെയുള്ള വിശ്വാസികൾ അവിടെ പൗലോസിനെ എവിടെ കൊണ്ടുപോവുകയാണ്? അധോനിയിലേക്ക് യാത്ര അയക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്, അല്ലെ? അധോനിയിലേക്ക് യാത്ര അയച്ചു പോകുന്നതായ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിലാണ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, അല്ലെ? അവരെങ്ങനെ അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ പൗലോസ് ആ സഭയിൽ ഇല്ലാത്തത് കൊണ്ട് തന്റെ ജനങ്ങൾ എങ്ങനെയായിരിക്കണം? അവർ വിശ്വാസത്തിലായിരിക്കണം, അല്ലെ? അതുകൊണ്ട് പൗലോസ് അവിടെ ഒരാളെ അയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അവിടെയാണ് ആരെ അയക്കുന്നത്? തിമോഥെയോസിനെ അയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വായിച്ചു കേട്ടതായ തെസ്സലോനിക്ക ലേഖനത്തിനെ താഴോട്ട് വായിക്കാം. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ സുവിശേഷകനുമായ തിമോഥെയോസിനെ അയച്ചു, അല്ലെ? അപ്പോൾ ഇവിടെയുള്ള വിശ്വാസികളെ അവിടുത്തെ നിലനിർത്തുവാനും അവരെ വിശ്വാസത്തിൽ അടിത്തറയിട്ട് നിൽക്കുവാനും തക്കവണ്ണം പൗലോസ് ഇല്ലാത്തതിനാൽ ആരെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്? തിമോഥെയോസിനെ അവരുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്, അല്ലെ? എന്നാൽ ഇവിടെ പൗലോസിന് തന്റെ സഭയെക്കുറിച്ച് വളരെയധികം എരിവുണ്ടായിരുന്നു. കാരണം പൗലോസ് അവിടെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ്, അല്ലെ? പൗലോസ് അവിടെ നിൽക്കാൻ കഴിയാത്തതായ സമയത്താണ് അവൻ പോവുകയും അവിടെ നിന്ന് തനിക്ക് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവരുടെ വിശ്വാസം അവർ തിരിച്ചു കളയാൻ കഴിയില്ല. അവിടെ അനുയോജ്യമായ ഒരാളെ തന്നെ അയക്കണമെന്ന് ആര് തീരുമാനിച്ചു? അപ്പോസ്തലനായ പൗലോസ് തീരുമാനിച്ചു അവിടെ നയിക്കുക. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ തിമോഥെയോസിന്റെ ജീവിതത്തെ കുറിച്ചും തിമോഥെയോസ് എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നതിനെ കുറിച്ച് നമുക്കറിയാം. തിമോഥെയോസ് നല്ലൊരു വിശ്വാസിയായിരുന്നു, അല്ലെ? അവൻ അവിടെ നിന്ന് മറ്റുള്ള വ്യക്തികളിലൂടെ നല്ല ഒരു പ്രശംസ നേടിയവനായിരുന്നു. അങ്ങനെയുള്ള വിശ്വാസിയാണ് ആരയച്ചത്? തിമോഥെയോസിനെ അവിടെ യോഹന്നാൻ അയച്ചതായി കാണുന്നു. എന്നാൽ ഇവിടെ നാം മറ്റൊരു സഭയിൽ നിന്നും ആ ദൈവദാസൻ ഇല്ലാത്ത സമയത്ത്
അവിടെ എന്ത് സംഭവിക്കും? ഒരു വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഭിന്നതയുണ്ടാകും, അല്ലെ? അവരുടെ വിശ്വാസം അവർ തണുത്തു പോകും. അപ്പോൾ അവിടെ ആര് പ്രവർത്തിക്കും? അവിടെ പൈശാചികൻ പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? അപ്പോൾ നമുക്ക് ഇവിടെ കാണണമെങ്കിൽ, നമുക്ക് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വേണമെങ്കിൽ, ഒരു ദൈവദാസൻ ആരുടെ മധ്യ വേണം? ദൈവജനത്തിന്റെ ഇടയിൽ അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ തക്കവേണം അവിടെ വേണമെന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും, അല്ലെ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപമ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ നല്ല ഇടയനും നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, അല്ലെ? ഇവിടെ നല്ല ഒരു ഇടയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും തന്റെ ജനങ്ങളെ എപ്പോഴും എന്ത് ചെയ്യും? അവൻ സ്നേഹിക്കും, അവരെ കുറിച്ച് ചിന്തിക്കും, അവരെ കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ആ തെസ്സലോനിക്ക സഭയിൽ ഇല്ല എങ്കിലും തനിക്ക് എപ്പോഴും പുതുതായി കടന്നു വന്നതായ, താൻ സ്ഥാപിച്ചതായ വിശ്വാസികളെ കുറിച്ച് എപ്പോഴും ഒരു എന്തുണ്ടായിരുന്നു? ഒരു ബോധമുണ്ടായിരുന്നു, അല്ലെ? എന്റെ വിശ്വാസികൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർ വഴിതെറ്റി പോകാൻ പാടില്ല. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം? അവർ നിൽക്കണം, അവർ സ്ഥിരപ്പെടണം എന്ന് കാണാൻ കഴിയും, അല്ലെ? ഇവിടെ അവർ നിന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് ഇനിയുള്ള പാതകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. നമുക്ക് 4-ാം അധ്യായം വരെ നാം ചിന്തിക്കുമ്പോൾ, ഇവിടെ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം വായിക്കേണ്ട. 4-ാം അധ്യായം അവർ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ നടപ്പ് എങ്ങനെയാകണമെന്ന് അവിടെ നടപ്പാണ്. ഇവിടെ ഒന്നാമതായി നിന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അവർക്ക് നടക്കാൻ തക്കണം കഴിയുള്ളൂ, അല്ലെ? അപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ ആദ്യം അവൻ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ അവൻ നിൽക്കണം, അല്ലെ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവിക സാന്നിധ്യം അനുഭവിച്ച് ദൈവാലയത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എപ്രകാരമാണ് നമുക്കിനെ കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്ന് പൗലോസ് ഇവിടെ പറയുന്നതായി കാണുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇവിടെ നാം വായിക്കുമ്പോൾ നല്ല ഇടയൻ നമ്മൾ കണ്ടു, അല്ലെ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുമെന്ന് പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. അവിടുത്തെ സഭയാൽ ഉപദ്രവം ഏറ്റപ്പോൾ പോലും അവിടുത്തെ പൗലോസ് പല വാക്കുകളും പറയുന്നതായി കാണുന്നു, അല്ലെ? നമുക്ക് അതിന് യോഹന്നാന്റെ സുവിശേഷം താഴോട്ട് വായിക്കാം. വായിച്ച വാക്യത്തിൽ തന്നെ യോഹന്നാന്റെ സുവിശേഷം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയും, അല്ലെ? ഇപ്പോൾ ഇവിടെ യേശു നല്ലൊരു ഇടയൻ എന്ന് പറയുമ്പോൾ അവിടെ ഇടയനല്ലാത്ത ഒരു വ്യക്തി ദൈവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവാലയത്തിൽ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴേക്കോ ആ കൂലിക്കാരൻ ചെയ്യും? അവൻ തന്റെ ആടുകളെ വിട്ട് അവൻ ഓടിപ്പോകും, അല്ലെ? അപ്പോൾ ആ ഇടയന് തന്റെ ആടുകളെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഒരിക്കലും ബോധമില്ല, അല്ലെ? എന്നാൽ അങ്ങനെയുള്ളതായ ഒരു സമീപം അവിടെ വരുമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അല്ലെ? എന്നാൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പൗലോസ് എന്താണ് പറഞ്ഞത്? നമുക്ക് വായിക്കാം. നമുക്ക് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതിന് പ്രബോധിപ്പാനുമായിട്ട് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു, അല്ലെ? അപ്പോൾ പൗലോസ് ഇവിടെ തിമോത്തിയോസിനെ അയക്കേണ്ടതായ കാര്യം, തിമോത്തിയോസ് ഈ ആലയത്തിൽ വരുന്നതായ കാര്യം എന്താണ്? അവൻ ദൈവത്തിന്റെ സുവാർത്തയാണ് നിങ്ങളെ പറഞ്ഞ് പരിമേൽപ്പിക്കാൻ വരുന്നത്, അല്ലെ? അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ദുരുപദേശത്തിൽ പോകാതെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങളെ ഏറ്റവും വിശ്വാസവാൻ നിങ്ങൾ നിലനിൽക്കണമെന്ന് പൗലോസ് ഇവിടെ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെ? ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ പൗലോസ് പറയുകയാണ്, തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, പൗലോസ് പറയുന്നത് സഹോദരന്മാരെ, ഞങ്ങൾ
അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അല്ലെ? ഇവിടെ അല്പനേരത്തേക്ക് താൻ സഭയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? മാറി നിൽക്കുകയാണ്. അല്ലെ? അവിടെ ചില പ്രയാസങ്ങൾ വന്നത് കൊണ്ടാണ് താൻ ഇപ്പോൾ മാറി നിൽക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞത്. അപ്പോൾ ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹൃദയം കൊണ്ടല്ല, വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അല്ലെ? അപ്പൊ പൗലോസ് വീണ്ടും ഈ സഭയിലേക്ക് വരാം, അവരെ വിശ്വാസത്തിൽ നിലനിർത്തണം എന്നുള്ളതായ ഒരു വാഞ്ചയുണ്ടായിരുന്നു. പക്ഷെ പൗലോസിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? അവിടെ വരാൻ തക്കവണ്ണം കഴിയുന്നില്ല. അവിടെ പല പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. പക്ഷെ പൗലോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവിടെ എന്ത് ചെയ്യും? പ്രയാസങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തിമോഥെയോസിനെ അവിടെ നിന്നേക്ക് അയക്കുന്നത്. അപ്പോൾ തിമോഥെയോസ് അവിടെ ചെന്ന് എന്ത് ചെയ്തു? അവിടെ ചെന്ന് അവരെ പ്രബോധിപ്പിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോകാൻ പാടില്ല. ദൈവവിശ്വാസത്തിൽ ദൈവവചന അടിസ്ഥാനത്തിലായിരിക്കണം നാം എപ്പോഴും എങ്ങനെ നിൽക്കാം? നാം ഉറച്ചു നിൽക്കാം. അല്ലെ? അപ്പോൾ ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മൂന്നാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇവിടെ ഒരു ദൈവം പ്രവൃത്തി ചെയ്യുന്നതായ ഒരു വ്യക്തി, ദൈവത്തിന്റെ സുവിശേഷം പറയുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്? അവർ കഷ്ടം അനുഭവിക്കേണ്ടതെന്ന്, കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നല്ലേ. അപ്പോൾ ഇവിടെ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നാം കഷ്ടം അനുഭവിക്കേണ്ടതുണ്ട്? അല്ലെ? നാം ഏതിനാലാണ് നാം കഷ്ടം അനുഭവിക്കേണ്ടത്? ദൈവവചനത്തെ പ്രതിയാണ് നാം എന്ത് ചെയ്യേണ്ടത്? കഷ്ടം അനുഭവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ള കഷ്ടങ്ങളിലല്ല ഇവിടെ പറയുന്നത്. അല്ലെ? അപ്പോൾ ദൈവവചനം നാം സംസാരിക്കുമ്പോഴേക്കും, ദൈവവചനങ്ങൾ നാം പട്ടണങ്ങളോട് നാം സുവിശേഷീകരിക്കുമ്പോഴും ഇവിടെ പൗലോസ് തന്നെ, പൗലോസിന്റെ മിഷണറി യാത്രകളെല്ലാം ഓരോ സ്ഥലത്തും അവൻ ദൈവത്തെ സാക്ഷീകരിച്ചത് കൊണ്ടാണ് എന്ത് പഠിച്ചത്? അവന്റെ ജയിലിലും മറ്റുള്ളതായ പീഡനങ്ങൾ, ചാട്ടവാറാടിയും ഇതെല്ലാം വന്നത്. അല്ലെ? അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം സാക്ഷീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷേ നാം ഇതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഇതിലൊന്നും നാം പതറിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. എന്നാൽ നാം വിശ്വാസികളാവുന്ന നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, മറ്റു പല പ്രയാസങ്ങളുണ്ട്. അല്ലേ? എങ്കിലും നാം എന്ത് ചെയ്യാൻ പാടില്ല? അതിലൊന്നിലും നാം ഇടറിപ്പോകാൻ പാടില്ല എന്ന് പറയുന്നു. അല്ലെ? നാം ഇന്നലെ രാത്രി നാം ചിന്തിച്ചതായ സങ്കീർത്തനങ്ങൾ, അല്ലേ? 20-ാം അധ്യായം 21-ാം അധ്യായം ചിന്തിച്ചു. 20-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ 21-ാം അധ്യായത്തിൽ അവിടെ എന്താ പറയുന്നത്? രാജാവിന്റെ ജയത്തിൽ സന്തോഷിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെ? അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? അവനവിടെ നിന്ന് സംരക്ഷിക്കും. ആര് തന്നെ അവരെ ആക്രമിക്കുമെന്ന് വന്നാലും ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചുകൊണ്ട് അവിടെ ദാവീദിന് നേരെ വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലേ? എന്നാൽ അവരെയെല്ലാം ദൈവം എന്ത് ചെയ്തു? അവിടെയെല്ലാം തോൽപ്പിച്ചു. രാജാവിന് ഒരു സന്തോഷം അവിടെ നിന്ന് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇവിടെ എന്താണ് പറയുന്നത്? അതിനായിട്ടല്ല നിങ്ങൾ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു
നിങ്ങൾ അവന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. എന്താണ് മാതൃക? എന്താണ് മാതൃക പറയുന്നത്? എന്റെ കാഴ്ചയോട് പിന്തുടരുവാൻ അല്ലെ. അപ്പോൾ നമ്മുടെ നടപ്പ് സ്ഥിരമാകണമെങ്കിൽ നമ്മൾ ആരുടെ പാടുകൾ നാം പിന്തുടരണം? നാം ദൈവത്തിന്റെ മാതൃക, ദൈവത്തിന്റെ കാൽ പിന്തുടർന്ന് പോകണമെന്ന് ദൈവത്തിന്റെ വചനമാണ് അല്ലെ. അപ്പോൾ ദൈവം നമുക്ക് ഒരു മാതൃകയാണ് നമുക്ക് അനുസരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം ഇവിടെ ഇങ്ങോട്ട് നോക്കുക, ദൈവത്തിന്റെ പാത പിന്തുടർന്ന് പോവുക എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് അല്ലെ. ഇവിടെ ദൈവം നമുക്ക് കഷ്ടമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന് എന്തുണ്ടായിരുന്നു? പ്രയാസമുണ്ടായിരുന്നു അല്ലെ. ഈ ലോകത്തിൽ അവിടെ ദൈവം സ്വർഗീയ സുവിശേഷം സംസാരിച്ചപ്പോൾ അല്ലെ, ഒരു വീണ്ടും ഒരു നിത്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും മനുഷ്യർ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ അവർ കല്ലെറിഞ്ഞു, അവർ പരിഹസിച്ചു എന്ന് നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പോൾ ദൈവത്തിലൂടെ നമുക്ക് എന്തുണ്ട്? ഒരു നിത്യജീവനുണ്ട്, അവങ്കിലേക്ക് നിത്യജീവനുണ്ട് എന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ നിത്യത നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷേ അതിലൊന്നും നാം കടന്നു പോകല്ലേ അല്ലെ, അതിലൊന്നും നാം വീണ് പോകല്ലേ. ആ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അവർ എപ്രകാരമാണ് ഉറച്ചു നിന്നതെന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ നമുക്ക് അതുപോലെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അത് 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരികയിൽ വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ നിരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ഒന്നാമത് അല്ലെ. ഇവിടെ ഒന്നാമതായി പൗലോസ് പറയുകയാണ്, എനിക്ക് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് എന്റെ ക്രിസ്തുവിനോട് എനിക്ക് ചേരുവാൻ എനിക്ക് കാംക്ഷയുണ്ട് അല്ലെ. നിങ്ങളോട് സുവിശേഷം പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ലോകത്തിൽ ഞാൻ മരിച്ചാലും ഞാൻ എവിടെ പോകും? നിങ്ങളെല്ലാവരും വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് അടുത്ത് കഴിഞ്ഞാൽ എന്റെ ജോലി പൂർത്തിയായെന്ന് ഞാൻ വിശ്വസിക്കും അല്ലെ. എന്നാൽ അത് താഴോട്ട് വായിക്കുന്നത് എന്താണ്? താഴോട്ട് വായിക്കാം. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം അല്ലെ. അപ്പൊ പൗലോസ് പറയുകയാണ്, ഞാൻ ജഡത്തിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറെ ആവശ്യമാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ നിലനിർത്തുവാനും ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനും ഒരു നിത്യത നിങ്ങൾക്ക് നൽകുവാനും എനിക്ക് വളരെ കാംക്ഷയുണ്ട് അല്ലെ. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ ലോകം വിട്ട് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നാലും എനിക്ക് എന്ത് ചെയ്യാനില്ല, എനിക്കൊരു ഭാരമില്ല എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു അല്ലെ. എങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രകാരമാണ്. നമുക്ക് പൗലോസ് തന്നെ പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ലാഭവും മരിക്കുന്നത് ലാഭം എന്ന് പറയുന്നതായ ഒരു വ്യക്തിയാണ്. ക്രിസ്തുവിനോട് കൂടെ ചേരുക എന്നത് ഒരു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ക്രിസ്തുവിനോട് ചേരാൻ വലിയ കാംക്ഷയാണ്. പക്ഷേ നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നതായ സമയത്ത് നാം എങ്ങനെയാണ് ജീവിച്ചതെന്ന് നാം അല്ലെ. ദൈവം പറയുകയാണ്, ഞാനൊരു മാതൃക വെച്ചാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ പോയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? എന്റെ മാതൃക നിങ്ങൾ പിന്തുടർന്ന് പോകുക അല്ലെ. നമുക്ക് അവസാനമായി 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം വായിക്കാം. ഇവിടെ പറയുക, ഞങ്ങളുടെ സുവിശേഷം ബലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തീർന്നതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു അല്ലേ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് നിൽക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് കൊള്ളാവുന്നവനായി ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അല്ലെ. അപ്പൊ
ദൈവത്തിൽ അവനൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ജാതികളുടെ അപ്പോസ്തലനായി പല മനുഷ്യരും ദൈവത്തിലേക്ക് വരണമെന്നതുകൊണ്ടാണ് പൗലോസിന്റെ ദൈവം അവിടെ നിന്ന് നിലനിർത്തിയത്, അല്ലെ? പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് നൽകിയതായ തെസ്സലോനിക്കയിലെ ലേഖനത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ എന്താണ് നമ്മുടെ വിശ്വാസത്തിലും ഇവിടെ അധ്വനിയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും ആ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ തന്റെ വിശ്വസ്തയായ സഭയെ അവിടുന്ന് പൗലോസ് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് പൗലോസ് അവരെ ബലപ്പെടുത്തി. ആ ഒരു വിശ്വാസത്തെ നിലനിൽക്കുവാൻ വേണ്ടി ആരെ അയച്ചോ? അവിടുന്ന് തിമോഥെയോസിനെയും അയച്ചോ, അല്ലെ? എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ പലരും നമ്മെ വിട്ട് കടന്നു പോകും, അല്ലെ? പല ദൈവദാസന്മാരും നമ്മുടെ അടുക്കൽ വരും, അവരെല്ലാം വന്ന് കടന്നു പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുക, നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ വിശ്വാസത്തിൽ നാം ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? നമ്മളിന്ന് കുഞ്ഞിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെ? നാം വായിച്ചതുപോലെ നമ്മൾ വിശ്വാസത്തിൽ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നാം ഇപ്പോൾ നിൽക്കേണ്ട അവസ്ഥ നാം പ്രവാചകന്മാരും നാം ഉപദേശകന്മാരും ആകേണ്ട സമയമാണ്. പക്ഷെ നമ്മൾ ഇന്നും ഏത് അവസ്ഥയിലാണ് തുടരുന്നത്? നമ്മൾ ഇന്ന് വചനം കേട്ട് കേട്ട് പഠിച്ച് നാം ഇവിടെ ഇരിക്കുന്നതല്ല, നമ്മളിന്ന് ആരുടെ സുവിശേഷം പറയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുക. എങ്കിൽ ദൈവം നമ്മൾ വിളിച്ചതായ ആ ഒരു ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങളായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.